ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ഒരു എൽ ക്ലാസിക്കോ മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. അതെ, ഒരാരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിയ ഒരു എൽ ക്ലാസിക്കോ മത്സരം. ഫുട്ബോളിന്റെ ചരിത്രമെടുത്തു നോക്കിയാൽ ഏറ്റവും ആവേശവും ഏറ്റവും ശത്രുതയോടെയും ഏറ്റവും ലോക ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കണ്ട മത്സരങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗം എൽ ക്ലാസിക്കോ ആയിരിക്കും. ഏത് യൂറോപ്പിലോ കേരളത്തിലോ ആയിക്കോട്ടെ, എൽ ക്ലാസിക്കോ മത്സരങ്ങൾ വന്നാൽ ആവേശത്തോടെ ഓരോ ആരാധകരും കാണുന്ന മത്സരമായിരിക്കും അത്. ആവേശവശം ഒരുപോലെ നിറഞ്ഞാടുന്ന ആ ഒരു മത്സരം ആരംഭിക്കുന്നത് ബാഴ്സലോണയുടെ ടച്ചോടുകൂടി തന്നെയായിരുന്നു. ഇവിടെ റിയൽ മാഡ്രിഡ് താരം ബോളുമായി വന്ന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ബാഴ്സലോണ ഡിഫൻഡർ അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ തുടർന്ന് ലെവൻഡോസ്കി ബോളുമായി കുതിക്കുന്നത് കാണാം, പക്ഷെ ടോണി ക്രോസിന്റെ മികച്ചൊരു ടാക്ലിംഗ് കാരണം അവിടെ ലെവൻഡോസ്കിക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണാം. തുടർന്ന് ഇവിടെ വീണ്ടും ബാഴ്സലോണ താരത്തിന്റെ ലോങ് റേഞ്ച് നമുക്ക് കാണാം, പക്ഷെ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ മത്സരം അതിന്റെ 6-ാം മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ ബാഴ്സലോണയ്ക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നുണ്ട്. അത് ബാഴ്സലോണ താരം മികച്ച രീതിയിൽ തന്നെ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, ഓരോ ബാഴ്സലോണ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ ആവേശകരമായ മത്സരത്തിൽ ആദ്യ ഗോൾ ബാഴ്സലോണ നേടിയിരിക്കുകയാണ്. അങ്ങനെ ബാഴ്സലോണ മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ബാഴ്സലോണ 1, റിയൽ മാഡ്രിഡ് 0. ഇവിടെ തുടർന്ന് റിയൽ മാഡ്രിഡിന്റെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം, പക്ഷേ റിയൽ മാഡ്രിഡ് താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. മികച്ചൊരു ആക്രമണം തന്നെയായിരുന്നു റിയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്, പക്ഷേ അവിടെ അവർക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും റിയൽ മാഡ്രിഡ് ഒരുപാട് ആക്രമണം നടത്തുന്നുണ്ട് മത്സരത്തിലേക്ക് തിരികെ വരാൻ, പക്ഷെ അവർക്ക് അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡ് മറ്റൊരു മുന്നേറ്റം കാണാം, പക്ഷെ അതും ബാഴ്സലോണയുടെ ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ തടഞ്ഞിരുന്നു. തുടർന്ന് ഇവിടെ റിയൽ മാഡ്രിഡ് താരമായ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഹെഡർ കാണാം, പക്ഷെ അതും പോസ്റ്റിന്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ബാഴ്സലോണയും ആക്രമണം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാം, പക്ഷെ ബാഴ്സലോണക്കും അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ബാഴ്സലോണ താരമായ ലെവിനയുടെ മികച്ച ഷോട്ട് നമുക്ക് കാണാം, പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ റിയൽ മാഡ്രിഡിന്റെ ഒരു മുന്നേറ്റം കാണാം, ബാഴ്സലോണ പോസ്റ്റിൽ മികച്ചൊരു ആക്രമണം അവിടെ നടത്തുന്നുണ്ട്. അതെ, ബാഴ്സലോണ പോസ്റ്റിൽ ലുക്കാസ് വാസ്കേസിനെ ഫോൾ ചെയ്തു എന്ന പേരിൽ റിയൽ മാഡ്രിഡിന് അനുകൂലമായി അവിടെ പെനാൾട്ടിയും ലഭിക്കുന്നു. അതെ, പെനാൾട്ടി കിക്ക് എടുക്കാൻ വരുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. വിനീഷ്യസ് ജൂനിയറിനെ പിയക്കുന്നില്ല, അയാൾ മികച്ച രീതിയിൽ തന്നെ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാഡ്രിഡിന് വേണ്ടി ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു. അങ്ങനെ ആവേശകരമായ എൽ ക്ലാസിക്കോ മത്സരം 1-1 എന്ന സ്കോറിലേക്ക് എത്തുന്നു, ഓരോ ആരാധകരെയും ഒരുപോലെ ആവശ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ. ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിന്റെ ഒരു മുന്നേറ്റം കാണാം, പക്ഷേ ബാഴ്സലോണ ഡിഫൻഡർ ആരോഗ്യം മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും അക്രമം നിർത്താതെ ഒരുപാട് അക്രമം തന്നെ നടത്തിക്കൊണ്ടേക്കുന്നു, കാരണം മത്സരം ഇപ്പോൾ വീണ്ടും സമനിലയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഡ് ഉയർത്തുക എന്നത് ഇപ്പോൾ ഇരു ടീമിന്റെ ലക്ഷ്യവുമാണ്. ഇവിടെ ലെവൻഡോസ്കിയുടെ ഹെഡർ കാണാം, പക്ഷേ അതും ലക്ഷ്യം കാണുന്നില്ല. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ബാഴ്സലോണയും റിയൽ മാഡ്രിഡും ഒരുപോലെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരു ടീമിന്റെയും ഡിഫൻഡർമാരുടെ മികവ് മൂലം അവിടെയൊന്നും ഗോൾ പിറക്കുന്നില്ല. ഇവിടെ ലാമിൻ യമാൽ ബോളുമായി വരുന്നുണ്ട്, പക്ഷെ കമവിംഗ മികച്ച ടാക്ലിങ്ങിലൂടെ അയാളെ തടഞ്ഞിടുന്നു. തുടർന്ന് ഇവിടെ ബാഴ്സലോണക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. റാഫിനെയാണ് കിക്ക് എടുക്കുന്നത്, പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ പിന്നീട് നമ്മൾ കാണുന്നത് ബാഴ്സലോണ ഒരുപാട് ആക്രമണം നടത്തുന്നതാണ്. ബാഴ്സലോണയുടെ കാലിൽ നിന്ന് മികച്ച ആക്രമണം നമ്മൾ കാണാം, പക്ഷെ റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാരെല്ലാം അതിനെ തടഞ്ഞിടുന്നു. ഒരുപാട് ആക്രമണം ബാഴ്സലോണക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മോഡ്രിച്ചിന്റെ മികച്ച ലോങ് റേഞ്ച് നമുക്ക് കാണാം, പക്ഷെ ബാഴ്സലോണ ഗോൾ കീപ്പറെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. തുടർന്ന് ഇവിടെ ബെല്ലിഹാം ഒരു മികച്ച ഷോട്ട് തന്നെ എടുക്കുന്നുണ്ട്, അതും ടെസ്റ്റിക്ക് തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ബാഴ്സലോണയുടെ മറ്റൊരു ആക്രമണം കാണാം, അത് ബാഴ്സലോണ വീണ്ടും ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മത്സരത്തിന്റെ ആവേശത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. അതെ, ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവിടെ അങ്ങനെ ഒരു മുന്നേറ്റം വന്നിരുന്നത്. അങ്ങനെ ബാഴ്സലോണ വീണ്ടും ലീഡ് ഉയർത്തുകയാണ്. ഇപ്പോൾ മത്സരത്തിൽ ബാഴ്സലോണ 2, റിയൽ മാഡ്രിഡ് 1. പക്ഷേ ബാഴ്സലോണയുടെ ആ ഒരു ഗോൾ ആരവങ്ങൾക്ക് അധികം ആയുസില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതെ, തുടർന്ന് ഇവിടെ റിയൽ മാഡ്രിഡിന്റെ ഒരു മുന്നേറ്റം വരുന്നു. അതെ, റിയൽ മാഡ്രിഡ് താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, അത് അവരുടെ ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാഡ്രിഡ് ആ മത്സരത്തിൽ ഒരിക്കൽ കൂടി സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഓരോ റിയൽ മാഡ്രിഡ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ മത്സരം സമനിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, കളി കാണുന്ന ഓരോ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്ന ഒരു നിമിഷമായിരുന്നു അത്. എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ഒരിക്കൽ കൂടി ആവേശം നിറഞ്ഞൊരു മത്സരം ആരാധകർ ഇതാ കാണുന്നു. മത്സരം
മത്സരം ഇപ്പോൾ 2-2. അങ്ങനെ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ കൂടി മത്സരം സമനിലയിലായതുകൊണ്ട് തന്നെ വീണ്ടും അവസാന നിമിഷങ്ങളിൽ ആര് ലീഡ് ഉയർത്തുമെന്ന ചോദ്യം ഉയർന്നു വന്നു. അങ്ങനെ ഇരു ടീമുകളും ശക്തിയായി തന്നെ കളിച്ചു. ഇവിടെ വിനീഷ്യസിന്റെ ഒരു ഷോട്ടെല്ലാം നമുക്ക് കാണാം. പക്ഷെ ബാഴ്സലോണ ഗോൾ കീപ്പർ അവിടെ അവർക്കൊരു വില്ലനായി നിൽക്കുക തന്നെയാണ്. അങ്ങനെ ആ മത്സരം അതിന്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ അവസാന 10 മിനിറ്റിലെ ആവേശ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, അങ്ങനെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമായി അനുവദിച്ചിരിക്കുന്നത് 4 മിനിറ്റ് ആണ്. അതെ, അതിൽ 1 മിനിറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മത്സരം 2-2 എന്ന സ്കോറിൽ വരുമ്പോൾ ഓരോ ആരാധകരും ഈ എൽ ക്ലാസിക്കോ മത്സരം ഒരു സമനിലയിൽ അവസാനിക്കുമോ എന്ന് ചോദിച്ചു പോയിരുന്നു. അതെ, അങ്ങനെ ആ ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന നിമിഷത്തിലായിരുന്നു ആ ഒരു മുഹൂർത്തം വരുന്നത്. ബാഴ്സലോണ പോസ്റ്റിലെ മികച്ചൊരു ആക്രമണം അത് നേരെ എത്തുന്നതാണെങ്കിലും ബെൽഹാമിയിലേക്ക് അയാളത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാഡ്രിഡ് ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തി അവസാന നിമിഷത്തിൽ ഒരു രക്ഷകനാകുന്ന നിമിഷമാണ് നമ്മൾ കാണുന്നത്. അതെ, ആ ഒരു മത്സരത്തിന് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ഗോളായിരുന്നു അത്. അങ്ങനെ ആ മത്സരം അവസാനിക്കുമ്പോൾ മത്സരത്തിൽ വിജയിക്കുന്ന റിയൽ മാഡ്രിഡ് തന്നെയാണ്. അതെ, 3-2. What you're missing on the inside is waiting for you out there.